വാർത്തയിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. UDF കൺവീനർ അടൂർ പ്രകാശിനെയും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും SIT ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമെന്ത്, പലതവണ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്, പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അടൂർ പ്രകാശിനോട് SIT വ്യക്തത തേടും. സാരംഗ് സുധാകരൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, വലിയ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോറ്റിയെയും അടൂർ പ്രകാശിനെയും ഒരുമിച്ചിരുത്തി എന്തൊക്കെ വിവരങ്ങൾ തേടാനാണ് SIT ശ്രമിക്കുന്നത്? രേണുക, ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് രണ്ടുപേരോടും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയത്. അതിനെ തുടർന്നാണ് കാസർഗോഡ് നിന്നും അടൂർ പ്രകാശ് ഇവിടേക്ക് എത്തുകയും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവിടെ ഒരുമിച്ച് എത്തിച്ച് ചോദ്യം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇവർ രണ്ടുപേരും പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയും ഇപ്പോൾ 3 മണിക്കൂറോളം പിന്നിടുന്നു. ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രധാനമായിട്ടും SIT ഇതിൽ അന്വേഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അത് വിറ്റവരും വാങ്ങിയവരുമായിട്ടുള്ള അടൂർ പ്രകാശിന്റെ ബന്ധം, അത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിന്നുള്ള ബന്ധങ്ങൾ, ഫോൺ കോളുകൾ, ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, ഇതിൽ നിന്നുണ്ടായ സാമ്പത്തിക ലാഭം അടക്കമുള്ള, അതായത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, അത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയും ഇതുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം മറ്റ് ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലടക്കമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ നാളുകളായി ഭരണപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണമായിരുന്നു കോൺഗ്രസിനടക്കം ഇത് ഈ സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി പങ്കുണ്ട്, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്വർണ്ണക്കൊള്ള എത്തിക്കാനും ഇത് വാങ്ങിയവരുമായുള്ള ബന്ധമടക്കം തെളിയിക്കുന്ന പല ചിത്രങ്ങളും പുറത്തേക്ക് വന്നിരുന്നു. അതെല്ലാം ഭരണപക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രക്ഷോഭങ്ങളും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി അടക്കമായി പുറത്തേക്ക് വന്നത്. പക്ഷേ SIT കാര്യത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി പെട്ടെന്ന് തന്നെ അടൂർ പ്രകാശിലേക്ക് എത്തിയില്ല. അതിന് പകരം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കം മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുണ്ട് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കാരണം ഇവർ രണ്ടുപേരുമുള്ള ബന്ധം എന്താണ്, ആ ഔഷധ ബന്ധം എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ചോദ്യമുനയിൽ നിൽക്കുന്ന പല കാര്യങ്ങളും വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ്, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, മാത്രമല്ല ഈ വിറ്റവരും വാങ്ങിയവരും തമ്മിലുള്ള അടൂർ പ്രകാശിന്റെ അടുപ്പം, ഒപ്പം ഇവരുമായുള്ള മറ്റ് ഇടപാടുകൾ, ഫോൺ കോളുകൾ, ഇതിലെല്ലാം വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. രേണുക, സാരംഗ്, ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്ന ആരോപണം ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് സാഹചര്യം? പല കാര്യങ്ങൾ സംബന്ധിച്ചും വിശദാംശങ്ങൾ തേടുക എന്നതാണ് SIT പ്രാഥമികമായി ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാകുന്നു. അതിനപ്പുറം അറസ്റ്റ് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? അറസ്റ്റിലേക്ക് നേരിട്ട് കടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിന് മുൻപടക്കം ഉള്ള പല അറസ്റ്റുകളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു, അതിനുശേഷമാണ് ഇപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അടൂർ പ്രകാശ് പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 മണിക്കായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് എത്തിയത്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ, അതായത് പോലീസ് ആസ്ഥാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നും ചോദ്യം ചെയ്യൽ നടപടികൾ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തത? ഇപ്പോൾ രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചോദ്യം ചെയ്യൽ നടപടി മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അറസ്റ്റിലേക്കോ മറ്റും കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലായിരുന്നു SITയുടെ നീക്കം. കൃത്യമായി ചോദ്യം ചെയ്യുന്നു, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നു, കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം മാത്രം കുറ്റാരോപിതനാണ് എന്ന് തെളിയുകയില്ല, അതായത് കോടതിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് SIT അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. അങ്ങനെ കടക്കുകയാണെങ്കിൽ മാത്രമാണ് അറസ്റ്റിലേക്ക് മറ്റും എത്തുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ഇനിയിപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജാമ്യത്തിലാണെങ്കിലും കഴിഞ്ഞ ദിവസം അടക്കം SITക്ക് മുൻപിൽ ഈഞ്ചക്കലുള്ള SIT ഓഫീസിൽ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. പക്ഷേ ഇന്നും സാധാരണ രീതിയിൽ ചൊവ്വയും വെള്ളിയുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്നും, അതായത് അടൂർ പ്രകാശിന്റെ ഒപ്പം ഇവിടെ ഹാജരാകാൻ വേണ്ടി
വേണ്ടി നിർദ്ദേശം നൽകിയായിരുന്നു. അതിൽ ഒരു വ്യക്തി, അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക എന്നൊരു നടപടി, അതായത് അതൊരു വളരെ ചടുലമായ ഒരു നടപടി തന്നെ പറയണം. കാരണം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വിറ്റവരും വാങ്ങിയവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധം, അതെന്തൊക്കെയാണ്? അത് അവിശുദ്ധമായ ബന്ധമാണോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു ബന്ധമാണോ? ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ, ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ? ഭരണപക്ഷം ആരോപിക്കുന്ന പല കാര്യങ്ങളിലും കോൺഗ്രസ് കൃത്യമായ പ്രതിരോധം തീർക്കുന്നതിൽ വലിയ രീതിയിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിലൊരു കൃത്യമായ ഒരു വിശദീകരണം നൽകാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുമ്പോഴും അതിനപ്പുറത്തേക്ക് അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അടക്കം. അതായത് വരുന്ന നിയമസഭാ ഇലക്ഷനിലടക്കം എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു മുന്നോടിയായുള്ള ഒരു നീക്കം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.